Hello everyone, this is Sunish from Adontic. നമുക്ക് ഇന്നത്തെ ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. ഗ്രാഫിക് ഡിസൈനിങ് വിഎസ് UI ഡിസൈൻ. നിങ്ങൾ ഡിസൈനിങ്ങിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ പോസ്റ്റേഴ്സ്, ആപ്സ്, ബാനർ എല്ലാം ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇതിനുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റണം. ആദ്യം നമുക്ക് ഗ്രാഫിക് ഡിസൈനിങ് എന്താണെന്ന് നോക്കാം. ഗ്രാഫിക് ഡിസൈൻ സിമ്പിളായി പറഞ്ഞാൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയുള്ള ഒരു ക്രിയേറ്റീവ് ഫീൽഡാണ്. ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഐഡിയ, കോൺസെപ്റ്റ്, കളേഴ്സ്, ഇമേജസ്, ഷേപ്സ്, ടൈപ്പോഗ്രാഫി ഇത്തരത്തിലുള്ള വിഷ്വൽ എലിമെന്റ്സ് മിക്സ് ചെയ്ത് എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് ഗ്രാഫിക് ഡിസൈൻ എന്ന് പറയുന്നത്. ഗ്രാഫിക് ഡിസൈൻ ഓഡിയൻസിനെ തന്നെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യാനും ബ്രാൻഡ് ബൂസ്റ്റ് ചെയ്യാനും മെസ്സേജ് കൺവേ ചെയ്യാനും വേണ്ടിയാണ്. വാട്ട് ഈസ് UI ഡിസൈൻ? UI ഡിസൈൻ അല്ലെങ്കിൽ യൂസർ ഇന്റർഫേസ് ഡിസൈൻ എന്നത് ഒരു ഡിജിറ്റൽ പ്രോഡക്റ്റിന്റെ സ്ക്രീനിൽ യൂസേഴ്സ് എങ്ങനെ ഡിസൈൻ ചെയ്യുന്നു എന്ന രീതിയാണ്. മൊബൈൽ ആപ്പ്, വെബ്സൈറ്റ്, സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ഇതിലൊക്കെ ലുക്ക് ആൻഡ് ഫീൽ അല്ലെങ്കിൽ ബട്ടൺസ്, മെനു, കളേഴ്സ്, ഫോൺസ് എല്ലാം UI ഡിസൈനിങ്ങാണ് ചെയ്യുന്നത്. നിങ്ങൾ മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ബട്ടൺ എവിടെ ഇരിക്കുന്നു, കളർ കോമ്പിനേഷൻ എങ്ങനെയാണ്, മെനു എങ്ങനെ ഓപ്പൺ ചെയ്യും, എല്ലാം UI ഡിസിഷൻ മൂലമാണ്. ഗ്രാഫിക് ഡിസൈൻ പോലെ തന്നെ ക്രിയേറ്റീവ് ആയിരിക്കണം UI ഡിസൈൻ. ബട്ട് UI ഡിസൈൻ ഫങ്ഷൻസ് ആണെന്ന് ഉറപ്പുവരുത്തണം. ദാറ്റ് മീൻസ് യൂസേഴ്സിന് ഈസിലി ആയിട്ട് നാവിഗേറ്റ് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ സ്ക്രീനിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഇന്ററാക്ഷൻസ് സ്മൂത്ത് ആയിരിക്കണം. UI ഡിസൈൻ മെയിൻലി UX എന്ന് പറയുന്ന ടീമിന്റെ അടുത്തുനിന്നും വയർ ഫ്രെയിംസ് ഫോളോ ചെയ്തിട്ടായിരിക്കും UI ഡിസൈൻ ചെയ്യുക. നമുക്കാദ്യം മീഡിയംസ് നോക്കാം. സൈസ് ഗ്രാഫിക് ഡിസൈനിങ്ങും നോക്കാം, UI ഡിസൈനിങ്ങും നോക്കാം. ആദ്യം നമുക്ക് ഗ്രാഫിക് ഡിസൈനിങ് നോക്കാം. ഗ്രാഫിക് ഡിസൈനിങ് ജനറൽ ആയിട്ട് രണ്ട് മീഡിയംസ് ആണ് വരുന്നത്. ഒന്ന് പ്രിന്റ് മീഡിയം, ഒന്ന് ഡിജിറ്റൽ മീഡിയം. പ്രിന്റ് മീഡിയം ജനറൽ ആയിട്ട് ഔട്ട്പുട്ട് വരുന്നത് പ്രിന്റ് ഫോർമാറ്റിലായിരിക്കും. വിസിറ്റിംഗ് കാർഡ്സ്, ബ്രൗഷർ, ലെറ്റർ പാഡ് എല്ലാം പ്രിന്റ് വർക്കിന്റെ എക്സാംസ് ആണ്. എന്നാൽ ഡിജിറ്റൽ മീഡിയം വർക്ക് ഫോളോ ചെയ്യുന്നത് ബ്രാൻഡ് പ്രൊമോഷൻസ് ആണ്. സോഷ്യൽ മീഡിയ, ബാനർ, യൂട്യൂബ് സ്ലൈഡ്, തംബ്നെയില്, വെബ്സൈറ്റ്, ബാനർ ഇവയെല്ലാം ഡിജിറ്റൽ മീഡിയത്തിന്റെ എക്സാംസ് ആണ്. ഗ്രാഫിക് ഡിസൈനിങ് ചെയ്യുമ്പോൾ കളർ തിയറി, ടൈപ്പോഗ്രാഫി, ബാലൻസിങ് എന്നിവയെല്ലാം പ്രധാനമാണ്. ഗ്രാഫിക് ഡിസൈനിങ് വർക്കിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. ന്യൂസ് പേപ്പർ, A4, 40 ഫീറ്റ് ബാനർ എല്ലാം ഇതിന്റെ ഒരു എക്സാംസ് ആണ്. ഇനി UI ഡിസൈനിന്റെ മീഡിയംസ് എന്താണ് നോക്കാം. UI ഡിസൈൻ ഫണ്ടമെന്റലി ഗ്രാഫിക് ഡിസൈനിങ്ങോട് കമ്പയർ ചെയ്താൽ കംപ്ലീറ്റ്ലി ഡിജിറ്റൽ മീഡിയംസിലാണ് വർക്ക് ചെയ്യുന്നത്. UI ഡിസൈനർ മെയിൻ ഫോക്കസ് ചെയ്യുന്നത് ഇന്റർഫേസ് ക്രിയേഷൻസിലാണ്. മൊബൈൽ ആപ്ലിക്കേഷൻസ്, വെബ്സൈറ്റ്, സോഫ്റ്റ്വെയർ, ATM മെഷീനിനുള്ളിലുള്ള ഡിസൈൻസ്, സ്മാർട്ട് TVയിലുള്ള ഇന്റർഫേസ് ഇതെല്ലാം UI ഡിസൈനിന്റെ ഭാഗമാണ്. UI ഡിസൈൻ ടോട്ടലി മീഡിയംസിൽ വർക്ക് ചെയ്യുന്നത് മൊബൈൽ ആപ്ലിക്കേഷൻസ്, വെബ്സൈറ്റ് ഇതുപോലെയുള്ള സാധനങ്ങളിലാണ്. അടുത്തതായിട്ട് നമുക്ക് വർക്ക് ഔട്ട്പുട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഗ്രാഫിക് ഡിസൈനിന്റെ വർക്ക് ഔട്ട്പുട്ട് സാധാരണയായിട്ട് സ്റ്റാറ്റിക് ആയിരിക്കും. അതായത് പോസ്റ്റേഴ്സ്, ബ്രൗഷർ, വിസിറ്റിംഗ് കാർഡ്, സോഷ്യൽ മീഡിയ പോസ്റ്റേഴ്സ്, മാഗസിൻ ലേഔട്ട്, പാക്കേജിംഗ് ഡിസൈൻ എന്നിവ എല്ലാം ഓൾ ഫിനിഷഡ് ആർട്ട് വർക്ക് ആയിരിക്കും. ഒരിക്കൽ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് പ്രിന്റ് ചെയ്ത് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫൈനൽ പ്രോഡക്റ്റ് ആയിരിക്കും. യൂസർ ഇന്ററാക്ഷൻസ് വേണ്ട, കാണുന്നവർക്ക് അത് വായിക്കും, അഡ്മിർ ചെയ്യും, ദാറ്റ്സ് ഇറ്റ്. അടുത്തതായിട്ട് നമുക്ക് UI ഡിസൈനിന്റെ വർക്ക് ഔട്ട്പുട്ട് നോക്കാം. UI ഡിസൈനിന്റെ വർക്ക് ഔട്ട്പുട്ട് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഇത് ഇന്ററാക്റ്റീവ് ആണ്. മൊബൈൽ ആപ്പ് സ്ക്രീന്, വെബ്സൈറ്റ് ഇന്റർഫേസ്, സോഫ്റ്റ്വെയർ ഡാഷ്ബോർഡ്, ഇതെല്ലാം യൂസർ ക്ലിക്ക് ചെയ്യണം അല്ലെങ്കിൽ സ്ക്രോൾ ചെയ്യണം. അതിനാൽ UI ഡിസൈനിന്റെ ഔട്ട്പുട്ട് ഒരു യൂസബിൾ പ്രോഡക്റ്റ് ഇന്റർഫേസ് ആണ്, സ്റ്റാറ്റിക് വർക്ക് അല്ല. ഇതിൽ ബട്ടൺസ് പ്രസ് ചെയ്താൽ ആക്ഷൻസ് വേണം, മെനു ടാപ്പ് ചെയ്താൽ ഓപ്പൺ ആവണം, കളർ ആൻഡ് കണ്ടിന്യൂസ്ലി അഡാപ്റ്റ് ആവണം. അടുത്തതായിട്ട് നമുക്ക് സ്കെയിൽ ഓഫ് വർക്ക് നോക്കാം. ഗ്രാഫിക് ഡിസൈനിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് ഒരു ചെറിയ വിസിറ്റിംഗ് കാർഡ് മുതൽ ഒരു ബോർഡിംഗ് വരെ പോകും. ഒരിക്കലും ഡിസൈൻ കംപ്ലീറ്റ് ചെയ്താൽ അതേ ആർട്ട് വർക്ക് പല കോപ്പീസിലും പ്രിന്റ് ചെയ്യാനും പറ്റും. ലാക്സ് ഓഫ് പീപ്പിൾ കാണാനുള്ള സാധ്യത കൂടുതലാണ്. ബട്ട് സ്കെയിൽ മെയിൻലി സൈസ് ആൻഡ് റീച്ച് ആണ്. പോസ്റ്റർ എത്ര വലുതാണ്, അല്ലെങ്കിൽ ബ്രാൻഡിങ് എത്ര ആളുകളിൽ എത്തുന്നു, ക്യാമ്പയിൻ എത്ര വൈഡ്ലി പ്രിന്റ് ചെയ്യാൻ പറ്റുന്നു എന്നൊക്കെയാണ് ഇതിൽ മാറ്റർ ചെയ്യുന്നത്. എന്നാൽ UI ഡിസൈനിന്റെ സ്കെയിൽ എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഇവിടെ സൈസ് അല്ല മാറ്റർ ചെയ്യുന്നത്, പക്ഷെ കംപ്ലീറ്റ്ലി നമ്പേഴ്സ് ഓഫ് സ്ക്രീൻസ്, യൂസർ ഫ്ലോ ആണ് ഇതിന്റെ സ്കെയിൽ ഓഫ് ഡിഫൈൻ ചെയ്യുന്നത്. ഒരു ആപ്പിൽ 3 സ്ക്രീൻ മുതൽ 300 സ്ക്രീൻ വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.
അല്ലെങ്കിൽ വെബ്സൈറ്റ് ലാൻഡിംഗ് പേജ് ആകാം, അല്ലെങ്കിൽ ആമസോൺ പോലുള്ള 1000 ഓഫ് പേജസ് ഉള്ള കോംപ്ലക്സ് സിസ്റ്റം ആകാം. അടുത്തതായിട്ട് നമുക്ക് ഡിസൈൻ പ്രോസസ്സ് നോക്കാം. ഗ്രാഫിക് ഡിസൈനിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് സാധാരണയായിട്ട് ക്ലയന്റിന്റെ ബ്രീഫ് കിട്ടും. ബ്രീഫ് കിട്ടിക്കഴിഞ്ഞാൽ കോൺസെപ്റ്റ് തിങ്ക് ചെയ്യും, അല്ലെങ്കിൽ സ്കെച്ച് അല്ലെങ്കിൽ റഫ് ലേഔട്ട് നമ്മൾ വരക്കും, അല്ലെങ്കിൽ കളർ ടൈപ്പോഗ്രാഫി ഇമേജസ് ഒക്കെ നമ്മൾ ഫൈനലൈസ് ചെയ്യും. ഫൈനൽ സ്റ്റേജ് കഴിഞ്ഞാൽ ആർട്ട് വർക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്യും, പിന്നെ പ്രിന്റിങ് അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യും. ഒരിക്കൽ ഫൈനൽ വർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയതുപോലെയാണ്. ചേഞ്ചസ് മോസ്റ്റ്ലി മൈനർ കറക്ഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. വർക്ക് സ്റ്റാറ്റിക് ആയതുകൊണ്ട് ഫീഡ്ബാക്ക് വളരെ കുറവായിരിക്കും. എന്നാൽ UI ഡിസൈനിന്റെ പ്രോസസ്സ് അത്ര സിമ്പിൾ അല്ല, ഇന്ററാക്റ്റീവ് ആണ്. കണ്ടിന്യൂസ്ലി റിപ്പീറ്റ് ആൻഡ് ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിൽ ആദ്യം യൂസർ റിസർച്ച്, എന്ത് പ്രോബ്ലം സോൾവ് ചെയ്യണം, കോമ്പറ്റേറ്റീവ് അനാലിസിസ്, വയർ ഫ്രെയിമിംഗ്, പ്രോട്ടോടൈപ്പിംഗ്, ടെസ്റ്റിംഗ്, ഇന്ററാക്ഷൻസ് ഓൾ ഇൻവോൾവ് ആണ്. ഡിസൈൻ ചെയ്ത് സ്ക്രീൻ യൂസർ ഫ്രണ്ട്ലി ആണോ എന്ന് യൂസബിലിറ്റി ടെസ്റ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. ഫീഡ്ബാക്ക് കളക്ട് ചെയ്യും, പിന്നെ വീണ്ടും വീണ്ടും മോഡിഫൈ ചെയ്യും. ലോഞ്ച് കഴിഞ്ഞാലും അപ്ഡേറ്റ്, ബഗ്സ്, റീഡിസൈൻ എല്ലാം ഉണ്ടാകും. അടുത്തതായിട്ട് കരിയർ നോക്കാം. ഗ്രാഫിക് ഡിസൈനിങ് നോക്കാം, UX-ന്റെ നോക്കാം. ഗ്രാഫിക് ഡിസൈനിന്റെ ജോലി സാധ്യതകൾ വളരെ ബ്രോഡാണ്. ട്രഡീഷണൽ പ്രിന്റ് ഇൻഡസ്ട്രീസ്, ഏജൻസീസ്, ബ്രാൻഡ് സ്റ്റഡീസ്, ടെക്സ്റ്റൈൽസ് പോലുള്ള കമ്പനികൾ, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, എല്ലായിടത്തും ഗ്രാഫിക് ഡിസൈനിങ് വളരെ ജോലി സാധ്യത ഈ 2025 വളരെ കൂടുതലാണ്. ഫ്രീലാൻസിംഗ് സൈഡിൽ നോക്കുകയാണെങ്കിൽ അപ്വർക്ക്, ഫൈവർ, 99 ഡിസൈൻസ് പോലെയുള്ള പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പോസ്റ്റേഴ്സ് അല്ലെങ്കിൽ പാക്കേജിംഗ് ഡിസൈൻ പോലെയുള്ള ജോബ്സ് ഒരുപാട് കിട്ടാനുണ്ട്. ഇതിന് ഡിഗ്രി അല്ല മാനദണ്ഡം വരുന്നത്. ഇതിന് സ്ട്രോങ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ ക്രിയേറ്റീവായിട്ട് ഉള്ള ആൾക്കാർക്ക് ജോലി സാധ്യത വളരെ കൂടുതലാണ്. അടുത്തതായിട്ട് UI ഡിസൈനിന്റെ കരിയർ നോക്കാം. UI ഡിസൈനിന്റെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് കഴിഞ്ഞ 10-12 വർഷം കൊണ്ട് നല്ല ബൂമിംഗ് ആണ് ഉണ്ടായിട്ടുള്ളത്. എസ്പെഷ്യലി സ്മാർട്ട് ഫോൺ റെവല്യൂഷൻ വന്നതിന് ശേഷം ആപ്പ് ഡെവലപ്മെന്റ് കമ്പനീസ്, IT ഫേം, പ്രോഡക്റ്റ് സ്റ്റാർട്ടപ്പ്, എല്ലാ ഇൻഡസ്ട്രിയിലും UX-ന്റെ ആവശ്യമുണ്ട്. ഇവിടെ റോൾ ഉണ്ടാവുക ചിലപ്പോൾ UI ഡിസൈനർ അല്ലെങ്കിൽ UX ഡിസൈനർ, പ്രോഡക്റ്റ് ഡിസൈൻ, ഇൻഫർമേഷൻ ആർക്കിടെക്ചർ എന്നീ ടൈറ്റിലായിരിക്കും ഉണ്ടാവുക. UI ഡിസൈൻ കണ്ടിന്യൂസ്ലി വളരെ ഗ്രോത്ത് ആണ് ഈ 2025 കാരണം ഓരോ ബിസിനസ്സിലും ഡിജിറ്റൽ പ്രസൻസ് ഇല്ലാതെ വിത്തൗട്ട് വെബ്സൈറ്റ് അല്ലെങ്കിൽ സർവൈവ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഈ 2025 ഏറ്റവും കൂടുതൽ ഇനി വരുന്ന കാലഘട്ടത്തിലും UX ഡിസൈനിന്റെ ഓപ്പർച്യൂണിറ്റീസ് വളരെ കൂടുതലാണ്. താങ്ക് യു. കീപ് സപ്പോർട്ട്.